സംസ്ഥാനമാകെ പരിശോധന വ്യാപകമാണ്. അർജുൻ ആയങ്കി എന്ന ആളെ തേടി. പക്ഷേ പോലീസിന് ഇതുവരെയും പിടികൂടാനാവുന്നില്ല. പോലീസിനെ വട്ടം കറക്കുകയാണ് അർജുൻ ആയങ്കി. സമൂഹ മാധ്യമങ്ങളിൽ നിത്യമായി പോസ്റ്റുകൾ ഇങ്ങനെ വരികയാണ്. ഈ പ്രൊഫൈൽ എപ്പോഴും സജീവമാണ്. ഒളിവിലിരിക്കെ വരുന്ന പോസ്റ്റുകൾ മറ്റാരോ ഇടുന്നത് എന്നതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ സംശയം. അർജുൻ ആയങ്കിയുമായി ബന്ധമുള്ളവരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇതിനകം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അതിനിടയിൽ മുഖ്യമന്ത്രിയെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ അർജുൻ ആയങ്കിക്കെതിരെ ആലുവ സൈബർ പോലീസ് പുതിയ കേസും എടുത്തിട്ടുണ്ട്. സംസ്ഥാനത്താകെ ഇതുവരെ അർജുൻ ആയങ്കിക്കെതിരെ 23 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടി പോലീസിനെ വട്ടം കറക്കുന്നു അർജുൻ ആയങ്കി എന്നതാണ് ഇന്നത്തെ സാഹചര്യം. ഇതുവരെയും പിടികൂടാനാവില്ല. ഇപ്പോഴും ഒളിവിലാണ് അർജുൻ ആയങ്കി. എവിടെ അർജുൻ ആയങ്കി? ഈ ചോദ്യത്തിനാണിപ്പോൾ സംസ്ഥാന പോലീസ് ഉത്തരം തേടേണ്ടത്. നാണക്കേടാണ് അർജുൻ ആയങ്കിയെ പിടികൂടിയില്ലെങ്കിൽ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, സംസ്ഥാനത്താകെ അർജുൻ ആയങ്കി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് പോലീസ്. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ സജീവമാണ്. നിത്യവും വെല്ലുവിളിക്കുന്ന പോസ്റ്റുകൾ ഇടുന്നു. മറ്റ് വിഷയങ്ങളിലെ ഇടപെടൽ തേടി പോസ്റ്റ് ഇടുന്നു. തൻ്റെ കേസ് നടത്തിപ്പിന് സാമ്പത്തിക സഹായം തേടി QR കോഡടക്കം ഷെയർ ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നു. ഇതിനിടയിൽ പുതിയ കേസുകളും രജിസ്റ്റർ ചെയ്യുകയാണ്. എന്താണ് പോലീസ് ഇതുവരെ നടത്തിയിരിക്കുന്ന നീക്കങ്ങൾ? പുതിയ കേസുകൾ ഏതൊക്കെയാണ്? സജിത്ത്, ഇതിനൊക്കെ 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ സംസ്ഥാന പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള. വിവിധയിടങ്ങളിൽ സൈബർ കേസ് ഉൾപ്പെടെയുള്ള കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആഭ്യന്തരമന്ത്രിക്കും എതിരെ, അതിന് പോലീസിനും ആഭ്യന്തരമന്ത്രിക്കുമെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് അർജുൻ ആയങ്കി ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് വേണം പറയാൻ. കോതമംഗലം CI പ്രശാന്ത് ഈ അർജുൻ ആയങ്കിയും സംഘം ഈ കഴിഞ്ഞ മെയ് മാസം കോതമംഗലത്ത് ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു. ആ സമയത്താണ് തന്നെയും തൻ്റെ കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്ത് 21 ദിവസം ജയിലിലിട്ടത്. അതേസമയം ഈ സംഘടിതമായ കുറ്റകൃത്യത്തിനുള്ള ഗൂഢാലോചന എന്ന കുറ്റം ചുമത്തിയാണ് CI പ്രശാന്ത് ഈ അർജുൻ ആയങ്കിയും സംഘത്തെയും കസ്റ്റഡിയിലെടുക്കുന്നത്. അത് ഈ CI പ്രശാന്ത് കെട്ടിച്ചമച്ച കഥയാണ് എന്നുള്ള സാഹചര്യത്തിലാണ്. കാരണം താൻ ഇത്തരം ആക്ടിവിറ്റീസ് ഒക്കെ വിട്ടിട്ട് വർഷങ്ങളായി. അതിനുശേഷം മകൻ്റെ ഒപ്പം ജീവിക്കാമെന്ന് കരുതിയപ്പോൾ സമ്മതിക്കില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്റുകളായിരുന്നു ആദ്യഘട്ടത്തിൽ വന്നത്. പിന്നീടത് ഈ പുറത്തിറങ്ങിയ ശേഷമാണ് കോതമംഗലം CIയെ ഭീഷണിപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ഊന്നുകൽ പോലീസ് കേസെടുക്കുന്നത്. അതിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളുന്നത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്, വിഷയമാണ് ഇത് എന്നുള്ള കാര്യം തന്നെയാണ് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടിയത്. തുടർന്നാണ് ഊന്നുകൽ CIക്കെതിരെയുള്ള ഭീഷണി സന്ദേശവും വരുന്നത്. ഊന്നുകൽ CIക്കെതിരെ താൻ കീഴടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ തന്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷൻ പരതി അതിലൂടെ തന്നെ പിടികൂടാമെന്നുള്ള നീക്കമാണ് CIയുടെ ഭാഗത്തു ഉണ്ടായത് എന്നുള്ള വിമർശനത്തോടു കൂടിയാണ്. അങ്ങനെയാണ് അർജുൻ ആയങ്കി താൻ പിടി തരുന്നില്ല, എന്നാൽ നിങ്ങൾ എന്നെ പിടികൂടാനാകുമെങ്കിൽ പിടികൂടൂ എന്ന വെല്ലുവിളിയോടുകൂടി സംസ്ഥാനത്തുടനീളം ഇപ്പോൾ സംസ്ഥാന പോലീസിനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുന്ന നീക്കത്തിലേക്ക് കടന്നത്. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് പോസ്റ്റ് എടുത്തത്. അത് കൃത്യമായി പോലീസിന്റെ ഇത്തരത്തിലുള്ള, അതായത് CI പ്രശാന്ത് തനിക്കെതിരെ കള്ളക്കേസായിരുന്നു എടുത്തിരുന്നത്. അതിനെതിരെ നടപടിയെടുക്കാൻ കഴിയുമോ, എന്തിനായിരുന്നു CI പ്രശാന്ത് ഇത്തരത്തിൽ കള്ളക്കേസ് എടുത്തത് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ആഭ്യന്തരമന്ത്രി അതിനെ വെല്ലുവിളിക്കുകയാണ്. കഴിയുമെങ്കിൽ താൻ ആഭ്യന്തരമന്ത്രിയെ അംഗീകരിക്കും, ഒരു ഉമ്മ തരും, ഒരു പൊന്നാട അണിയിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അർജുൻ ആയങ്കി ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ടും ഈ പോസ്റ്റ് ഇട്ടത്. ഇത്തരത്തിലുള്ള നിരന്തരം സൈബർ ഇടങ്ങളിൽ അർജുൻ ആയങ്കിയുടെ പോസ്റ്റുകൾ വരുന്നു. കഴിഞ്ഞ ദിവസം അതുപോലെ ഗൂഗിൾ പേയുടെ സ്കാനർ ഷെയർ ചെയ്തിട്ട് തനിക്ക് കേസ് നടത്താൻ പണമില്ല, സ്വർണ്ണം പൊട്ടിക്കലും സ്വർണ്ണക്കടത്തും ഒക്കെയാണ് എന്ന് പറയുമ്പോഴും കോടീശ്വരനാണെന്നാണ് ആളുകളുടെ വിചാരം. അങ്ങനെയല്ല, തനിക്ക് കേസ് നടത്താനുള്ള സഹായം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സ്കാനർ, ഗൂഗിൾ പേയുടെ സ്കാനർ ഷെയർ ചെയ്യുന്നത്. അതിന് പിന്നാലെ തന്നെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള, അതായത് മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ള വിമർശനത്തിൽ അതിനെ ഉന്നം വെച്ചുകൊണ്ടാണ് അർജുൻ ആയങ്കി അടുത്ത പോസ്റ്റ് ഇടുന്നത്. അതായത് ഈ റോഡിൽ നിന്ന് മത്സ്യത്തൊഴിലാളിയെ കണ്ടില്ല എന്ന് പറഞ്ഞ് റോഡിൽ നിന്ന് കരഞ്ഞ ആ സഹോദരിയോടൊപ്പം താൻ ആ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ കണ്ണീര് തുടയ്ക്കാനാകുമായിരുന്നു. ആയങ്കിയെ തിരയാൻ കാണിക്കുന്ന ഒരു ജാഗ്രത മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിൽ ഉണ്ടായില്ല തുടങ്ങിയ വിഷയങ്ങളിലും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്
മുന്നോട്ട് വരുന്നത്. അതേസമയം തന്നെ ഇന്നലെ പാലിയക്കര ടോൾ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. അത് മാത്രമല്ല നിരവധിയിടങ്ങളിൽ എടപ്പാളിൽ നിന്നും പോയിട്ടുണ്ടോ എന്നുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇന്നലെ ഉച്ചതിരിഞ്ഞ് തൃശ്ശൂർ ജില്ലയിൽ വ്യാപകമായിട്ട് പോലീസ് തെരച്ചിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല അർജുനായിക്ക് കണ്ടാൽ വെടിവെച്ചിടാം, ആവശ്യമെങ്കിൽ വെടിവെച്ചിടാം എന്നുള്ള നിർദ്ദേശമാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്നത്. അതിനെയും വിമർശിച്ചിട്ടുണ്ട്. വെടിവെച്ചിട്ടാലും മുട്ടിന് വെടിവെച്ചാലും മുട്ടുമടക്കി നിൽക്കില്ല, മുട്ടുമടക്കി വീഴില്ല, അല്ലെ മുട്ടുകുത്തി വീഴില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ആയങ്കിയുടെ ഈ തരത്തിലുള്ള റിയാക്ഷൻസ് വരുന്നത് ആയങ്കി അല്ല ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ. പ്രത്യേകിച്ചും അർജുൻ ആയങ്കിയെ പലയിടങ്ങളിൽ, അതായത് സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ ഇതിനകം കണ്ടു കഴിഞ്ഞു. പല ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിനിടയിലും പോലീസിന് തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും അർജുൻ ആയങ്കിയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ആയങ്കിയുടെ വെല്ലുവിളി തുടരുകയും ചെയ്യുന്നു. അങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ പോലീസ് അർജുൻ ആയങ്കിക്ക് വേണ്ടിയിട്ട് വലവിരിച്ചിട്ടും അതിലെ അർജുൻ ആയങ്കി എവിടെയുണ്ട് എന്നുള്ള തുമ്പ് പോലും കണ്ടെത്താനായി ഇതിന്റെ അർജുൻ ആയങ്കിയെ സഹായിച്ച ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് 2 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. തിരുവനന്തപുരത്തു നിന്ന് 5 പേരോളം കസ്റ്റഡിയിലായിട്ടുണ്ട്. അർജുൻ ആയങ്കിയെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടാണ്. സഹോദരൻ കസ്റ്റഡിയിലാകുന്നുണ്ട്. ഇത്തരത്തിൽ അവരുടെ ഒരു ലൊക്കേഷൻ കേന്ദ്രീകരിച്ചൊക്കെ നീങ്ങാമെന്നാണ് പോലീസ് കണക്കിലെടുക്കുന്നതെങ്കിൽ അത് പരാജയപ്പെടുന്ന നീക്കത്തിലേക്ക് തന്നെയാണ്. പക്ഷേ അർജുൻ ആയങ്കിയെ പിടികൂടിയ സംസ്ഥാന പോലീസിന് മതിയാവൂ എന്നുള്ള നിലയിൽ എത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിക്കെതിരെ വരെ അപകീർത്തി പരാമർശങ്ങൾ നടത്തുന്നു. അതിനെതിരെ ആലുവ സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ വെല്ലുവിളി നടത്തുന്നു. സംസ്ഥാനത്ത് പോലീസിനെതിരെ വെല്ലുവിളി നടത്തുന്നു. അർജുൻ ആയങ്കിയെ പിടികൂടാൻ ആഭ്യന്തരമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകുന്നു. അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു. ഇതൊക്കെ അർജുൻ ആയങ്കി മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് താൻ ആഭ്യന്തരമന്ത്രിക്ക് പ്രത്യേകിച്ചും വെല്ലുവിളി നടത്തിയ സാഹചര്യത്തിലാണ്, താൻ വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്നുള്ള തന്റെ പശ്ചാത്തലം കൂടി വെളിപ്പെടുത്തുകയാണ് അർജുൻ ആയങ്കി. ഇത്തരത്തിൽ രാഷ്ട്രീയ സാഹചര്യം കൂടി കണക്കിലെടുത്ത് ചർച്ചയാകേണ്ടുന്ന വിഷയമായി മാറിയിരിക്കുകയാണ് അർജുൻ ആയങ്കിയുടെ നീക്കങ്ങൾ. അർജുൻ ആയങ്കിയുടെ നീക്കങ്ങൾ പോലീസിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അങ്ങേയറ്റം കുഴയ്ക്കുന്നുണ്ട്. എന്നാലും പോലീസിന് തന്നെ നാണക്കേടാകുന്ന തരത്തിലാണ് അർജുൻ ആയങ്കിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് വേണം വിലയിരുത്താൻ. സജിത്ത്, അതാണ് സാഹചര്യം. പോലീസ് എവിടെയാണ് അർജുൻ ആയങ്കി എന്ന ചോദ്യത്തിന് കൂടിയാണ് ഉത്തരം നൽകേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.